ജോർജിയയിൽ ഒരു ക്രിസ്ത്യൻ മൊണാസ്ട്രിയാണ് ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇതിൻ്റെ ഒരു സ്ഥലം ചുറ്റിലും കണ്ട ഭയങ്കര ഹൈറ്റിൽ മലകൾ. ഈ മൊണാസ്ട്രീൻ്റെ ഒരു വലിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് 1000 വർഷം മുമ്പുള്ളൊരു മൊണാസ്ട്രിയാണ്. 1000 വർഷം മുമ്പുള്ളൊരു മൊണാസ്ട്രി ഭയങ്കര ഭംഗിയിലാണ്. അതിൻ്റെ അകത്ത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഗൈഡ് നമുക്ക് കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് അതിനെക്കുറിച്ച് ഒരു ചരിത്ര അന്വേഷിച്ച് അല്ലാത്തതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാതെ പോകുന്നുണ്ട്. പക്ഷേ എന്നാലും നല്ലൊരു ആംബിയൻസ്, ഭയങ്കര ഒരു സംഭവങ്ങൾ, ഭയങ്കര ആർട്ടുകളുണ്ട് അതിനുള്ളിൽ. 1000 വർഷം മുമ്പൊക്കെ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർച്ചുകൾ, അതുപോലെ തന്നെ ആ ഡോം, ഇതിൻ്റെ അകംവശമൊക്കെ ഭയങ്കര ചിത്രങ്ങളും പിന്നെ കുറേ ക്രിസ്ത്യൻ ചരിത്രങ്ങളിലുള്ള കുറേ ആളുകളുടെ അടക്കം ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത്. വേറൊരു സംഭവം കാണിച്ചിട്ടാണ് ഞാൻ ആദ്യം വന്നപ്പോൾ ഈ സീറ്റിൽ ഇത് കുറച്ചും കൂടി ദൂരം നിന്ന് നല്ലൊരു ഫ്രെയിമാണ്. ബാക്കിൽ മലകൾ, ഒരു കാമാൻ ക്വയറ്റ് പ്ലേസ്. ഈ സീറ്റിൽ ഒരു സ്ത്രീ ഇരുന്നിരുന്നു. നല്ല ഒരു തണുപ്പ് കാലത്ത് സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് നമ്മുടെ ഈ ഇംഗ്ലീഷ് സിനിമകളിലെ ചില ഒരു ഷോട്ടുകൾ നമുക്ക് ഫീൽ ചെയ്തു. അപ്പോൾ നമ്മളത് അവരോട് ഇങ്ങനെ കയ്യിൽ ആക്ഷൻ കാണിച്ചപ്പോൾ അവർ നമ്മൾ ചിരിച്ച്. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും നമ്മുടെ ഗൈഡ് നമ്മളകത്തേക്ക് വിളിച്ചുകൊണ്ടേ സമയമില്ല എന്ന് പറഞ്ഞിട്ട്. ഇത് ഭയങ്കര അറ്റ്മോസ്ഫിയറാണ്. എല്ലാവരും ഇവിടെ ഭയങ്കര ഫോട്ടോ എടുക്കലും എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന സംഭവം. പിന്നെ കാമാൻ ക്വയറ്റാണ്. അകത്തൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഭക്തി സാന്ദ്രമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് അതിൻ്റെ അകത്തൊരു മറ്റേ പ്രീസ്റ്റ്, ഒരു പുരോഹിതൻ ഇരുന്നിട്ട് ബൈബിൾ വായിക്കുന്ന തോന്നി. ചുറ്റിലും സന്ദർശകരൊക്കെ ഉണ്ടെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ ഇങ്ങനെ മുഴുകിയിരിക്കുന്നുണ്ട്. കുറേ പേര് വരുന്നുണ്ട്, മെഴുകുതിരി കത്തിക്കുന്നുണ്ട്. കുറേ ദൈവങ്ങളുടെ പല സംഭവങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട് അവിടെ. അതിൻ്റെ അകത്തുള്ള വീഡിയോ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളെടുത്തിട്ടില്ല. ബ്യൂട്ടിഫുൾ പ്ലേസാണ്. ഇവിടെ ഇംഗ്ലീഷിൽ കുറവാണ്, പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് കിട്ടി. സെവിറ്റ്സ്കോവേലി കത്തീഡ്രൽ, അതാണിത്. ഒരു നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള, നല്ല തണുപ്പുണ്ട്. എല്ലാവരും അതിനുള്ള സജ്ജീകരണമൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. ഗായ്സ്, നമ്മൾ ഇതിൻ്റെ ഒരു സോവനിയർ കൈപ്പറ്റിയിട്ടുണ്ട്. ഇവിടെ സോവനിയർ മെഷീനൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള 2 മെഷീൻ കണ്ട. ഇതിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ജസ്റ്റ് ഞാനൊരു ഇവിടെ വന്ന് ഇതിൻ്റെ ഒരു മൊമെൻറ്റോ ആയിട്ട് ഞാൻ എടുത്തു വെച്ചതാണ്. 10 ലാരയാണ് ഇതിൻ്റെ പ്രൈസ്. നല്ല ചെറിയ സിമ്പിളായിട്ട് നമുക്ക് കിട്ടാവുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതാണ് സംഭവം. നമ്മുടെ ബാക്കിലാണ് ഇത്. ഓ, അടിപൊളി. ഗായ്സ്, നമ്മളിതാ വീണ്ടും വേറൊരു മൊണാസ്ട്രിയിലെത്തിക്കേ. ഫുൾ ടീമോട് ഇതാ നമ്മൾ വീണ്ടും ജോർജിയയിൽ വേറൊരു നല്ലൊരു മൊണാസ്ട്രിയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര അസാധ്യ വ്യൂ ആണ് ചുറ്റും. 360 ഡിഗ്രിയിൽ. അതാണ്ട് നമുക്ക് നല്ല കാഴ്ചകൾ. ഇതാ ഭംഗി. എനിക്ക് തോന്നുന്നത് ഒരു മഴയൊക്കെ പെയ്യുന്ന ഇവിടുത്തെ ഒരു നല്ല സമയമാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഗ്രീനറി ആവും. അടിപൊളി. ഇതാ ഏതാണ്ട് അവിടെ ടൗണ് നമ്മൾ നേരത്തെ പോയ സ്ഥലമൊക്കെ അതിൻ്റെ ഇടയിൽ എവിടെ ഉണ്ട്. അടിപൊളി. ഇതാ ഈ മൊണാസ്ട്രി. ഹലോ ഗായ്സ്, ഇതാ നമ്മൾ നേരത്തെ പോയ സ്ഥലം ഇതാണ്. ഈ മൊണാസ്ട്രിയാണ് നമ്മൾ നേരത്തെ പോയത്. നമ്മളതിൻ്റെ മൊമെൻ്റോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ കിട്ടിയിരുന്ന വേറൊരു മൊമെൻ്റോ ഇതിൻ്റെതായിരുന്നു. പക്ഷേ അത് എടുക്കാൻ കഴിഞ്ഞില്ല, വാങ്ങാൻ മറന്ന്. അറിയില്ല ഇതായിരുന്നു എന്ന് അറിയില്ലായിരുന്നു. ഇതൊരു ചെറിയ കുഞ്ഞ് മൊണാസ്ട്രിയാണ്. ഇതിൻ്റെ ഉള്ളിലൊരു പ്രിസ്റ്റോ അങ്ങനെ സംഭവം ഉണ്ട്. ഒരു കുഞ്ഞ് സംഭവം അധികം, പക്ഷെ ആളുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയറാണ്. അതായത് ഒരു ശബ്ദമായിട്ടുള്ളൊരു സെറ്റ്. പക്ഷെ ഇവിടെ നിന്നാൽ ഭയങ്കര കാഴ്ച കാണാൻ. നേരത്തെ നമ്മൾ കണ്ട ആ ഒരു നഗരവും പിന്നെ അതേപോലെ തന്നെ നമ്മൾ പോയ മൊണാസ്ട്രിയൊക്കെ ഇതിൻ്റെ പുറകിലുണ്ട്. അതവിടെ ഉണ്ട്. നല്ല അടിപൊളി ഒരു നഗരം. നല്ല വെള്ളമുണ്ട്. അത്യാവശ്യം വ്യൂ ഉണ്ട് കേട്ടോ. ദൂരേക്ക് ഈ സൈഡിൽ നിന്നൊക്കെ അത്യാവശ്യം അങ്ങനെ ദൂരേക്ക് കിട്ടുന്നുണ്ട്. ഈ റിവറിൻ്റെ സൈഡിലൂടെ നമ്മൾ നേരത്തെ പോയത്. അതവിടെ കുറേ അപ്പുറം പോയിട്ട് പാലം മുറിച്ച് കടന്നിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ട് ഈ ഒരു മൊണാസ്ട്രിയിലേക്കാണ് നമ്മൾ എത്തിയത്. സൂം ചെയ്യാൻ ഇതാണ് നമ്മൾ നേരത്തെ പോയത് കേട്ടാ. നല്ല അടിപൊളി സ്ഥലം, നല്ലൊരു കാഴ്ച. മുഴുവൻ ടീം ഇവിടെ ഫുൾ ഫോട്ടോഷൂട്ടിലാണ്. ഫുൾ ടീം ഇതാ അഡ്വഞ്ചറസ് ആണ്. അഡ്വഞ്ചറസ് ഏതാ പോസ്. നല്ല തണുപ്പുണ്ട്. ഏതാണ്ട് നല്ല കാറ്റും കൂടെ ആയതുകൊണ്ട് എല്ലാവർക്കും ഗ്ലൗ എല്ലാ സജ്ജീകരണവും ഇല്ലാതെ അവിടെ മുന്നോട്ട് പോകാൻ വയ്യ. നല്ല കാഴ്ച. അയ്യോ,
ഒരു ഈവനിങ്ങും കൂടി ആയതുകൊണ്ടായിരിക്കും ഒരു നല്ലൊരു സംഭവം. ഒരുപാട് വീടുകളൊക്കെ ഇങ്ങനെ വലിയായിട്ട് ഇരിക്കുന്ന കാഴ്ച ഭയങ്കര ഭംഗി. ഇതാ നബീലാൻ പാർട്ടി. നല്ല തണുപ്പ്, നല്ല തണുത്ത കാറ്റ്. ഈ കാറ്റ് കൂടി വരുന്നത് കൊണ്ട് വീണില്ല, കാറ്റ് കൂടെ വരുന്നത് കൊണ്ട് നല്ല ചുണ്ടൊക്കെ ഡ്രൈ ആയി, മുഖമൊക്കെ എന്തോ ആവുന്നുണ്ട്. പിന്നെ കൈ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു കൈ പുറത്തിട്ടതാണ്, പക്ഷെ നല്ല തണുപ്പ്, തൊടാൻ വയ്യ. ഇവിടെ ഒരു ട്രീ നോക്ക്, ഇത് മരം ഇലകളുള്ള സമയം ഉണ്ടാവും, പക്ഷേ ഭയങ്കര ഭംഗി. ആ സൈഡിൽ നിന്ന് ഇതിൻ്റെ ഒരു ഷാഡോ പിക്ചർ വരുമ്പോൾ ഭയങ്കര ഒരു രസം തോന്നി, അതുകൊണ്ട് കാണിച്ചതാണ്. ഏതാണ്ട് 360 ഡിഗ്രിയിൽ കിട്ടുന്നുണ്ട്. 360 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് പറയണ്ട, പക്ഷേ അതാ കണ്ടോക്ക് ഈ മരം നല്ലൊരു ഭംഗി ചെയ്യാം. പിന്നെ അങ്ങോട്ട് നോക്ക്, നമുക്ക് അവിടെ സ്നോ വീഴുന്ന മൗണ്ടൈൻ്റെ ഈ ഏറ്റവും മുകൾ ഭാഗം ഇങ്ങനെ അവിടെ കിട്ടും. അപ്പോൾ നല്ല ഭംഗി. എനിക്ക് തോന്നുന്നു ഇത് പച്ചപ്പുള്ളൊരു സമയത്ത് കൂടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറൊരു ചിത്രമായിരിക്കും ജോർജിയക്ക്. ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്ത് നമ്മൾ യാത്രകളൊക്കെ നമ്മൾ താമസ സ്ഥലത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഒരു പഴയ ഒരു എല്ലാ സംഭവങ്ങളും കീപ്പ് ചെയ്യുന്ന ഒരു സ്ട്രീറ്റ് ഇട്ടാണ്. പഴയ ബിൽഡിങ്ങുകളുടെ ഡിസൈനൊക്കെ ഒരു വേറിട്ടൊരു സംഭവം. നല്ല തണുപ്പുണ്ട്. നമ്മളെല്ലാവരും നടന്ന് കുറേ ടീം മുമ്പിൽ അതാ പോകുന്നത്.